ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റാർ മാജിക്കില് നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ്. വലിയ ബ്രില്യൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. കുറെ ആലോചിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഏണി കോണി. ഏണി കോണി ഓരോ നാട്ടിലും ഓരോ പേരിലേ പറയാ. നവീചേച്ചിയുടെ ഇവിടെ എന്താ പറയാ? ഹരിപ്പാടൊക്കെ മരപ്പെട്ടി എന്ന് പറയും. പെട്ടിന്നോ പട്ടിന്നോ ഉദ്ദേശിച്ച ഏണി 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 എന്നാ പറയാ. സലീമിട്ട പറൂർ എന്താ പറയാ? ഗോവണി. ഗോവണി എന്നും പറയാറുണ്ട്. ഗോണി ഗോണി. പിന്നെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോവണി പലക. ഗോവണി ഗോവണി പലക. ഗോവണി പലക അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏത് ഭാഗങ്ങളാ? ഇപ്പൊ നമ്മളിങ്ങനെ ഏണി ഇങ്ങനെയുള്ള ഏണി എടുത്തു വരാൻ പറയുമ്പോ അമ്മൂമ്മയൊക്കെ പറയുന്നുണ്ട് ആ ഗോവണി പലക ഇങ്ങ് എടുക്കാൻ. അതെ അതെ. നമ്മുടെ പേരെന്താണ്? കുസുമകുമാരി. കുസുമകുമാരി അമ്മ. ഏതായാലും സ്റ്റാർ മാജിക്കിൽ നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഏണി കോണി. സലീമേട്ടാ, എപ്പോഴെങ്കിലും ഇങ്ങനെ കോണിയില് ഏണിയിൽ ഇങ്ങനെ കേറിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പ്രാവശ്യം. എന്തിനാ? എന്തിനാ സാധാരണ ഏണി കേറാറുള്ളത്? മാങ്ങ പൊട്ടിക്കാനാവാം, തേങ്ങ പൊട്ടിക്കാനാവാം, അല്ല തേങ്ങ ഇടാനാവാം, സിനിമയിലായിരിക്കാം. ഇത്രയും പൊക്കമുള്ള ആളും മതിലേ ആടാൻ വേണ്ടി ഏണി അല്ലേ പറയട്ടെ. ഒളിഞ്ഞു നോക്കാൻ സിനിമയിലും കേറിയിട്ടുണ്ട്. മാങ്ങ പൊട്ടിക്കാനും തേങ്ങ പൊട്ടിക്കാനും ഒക്കെ കോണി ഉപയോഗിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരു കോണികേറ്റം ഒന്ന് പറയാമോ? മറക്കാൻ ശ്രമിക്കുന്ന കോണികേറ്റം അതെങ്ങനെ പറയൂ? ഞാൻ പറയൂല. ഏതോ വീടിന്റെ മതില് ചടിപ്പഴായിരുന്നു. ആലോചിക്കണം. പൊക്കമുള്ള മതിലാണെങ്കിലോ? ഓ, അത്ര ഉള്ള പൊക്കമുള്ള അന്ന് കേക്കട്ടെ, എന്നൊരു കഥ കേക്കട്ടെ. മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോണികേറ്റം. ഇല്ല, ഞാൻ അങ്ങനെ കോണി കയറാൻ പോയിട്ടില്ല. ഇല്ലേ? ഒക്കെ നവ്യ പറയും. ഇത് മറ്റേത് ചുമ്മാ എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു ടീമിൽ നിന്ന് 2 പേര് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ടീമിലെ 2 പേര്, ഒരാൾ ആദ്യത്തെ കോണിയുടെ ആദ്യത്തെ സ്ക്വയറിലായിരിക്കും, ഒരാൾ അറ്റത്തായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നു. നിങ്ങളുടെ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് കയ്യിലെടുത്തിട്ടായിരിക്കും. പിന്നെ ഈ കോണി താഴെ വെക്കാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജസീല ഇത് ബാലൻസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു, ഡയന ഇപ്പുറത്തേക്ക് വരുന്നു. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ബലൂൺ എടുക്കുക, പൊട്ടിക്കുക, വീണ്ടും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് പോവുക. ഏറ്റവും ആദ്യം ഏത് ടീമാണോ യെല്ലോ ബലൂൺ പൊട്ടിക്കുന്നത് അവരായിരിക്കും ജയിക്കാൻ പോണേ. അതാണ് ടാസ്ക്. ഈ സൈഡിലും ഗെയിം നടക്കും, ഈ സൈഡിലും ഗെയിം നടക്കും. ഒരു ബലൂൺ പൊട്ടിച്ചതിന് ശേഷം ഫൈനൽ യെല്ലോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത യെല്ലോയിലേക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അവർ വീണ്ടും അടുത്തടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നതിന് ശേഷം മാത്രം ഏത് ടീമാണോ യെല്ലോ ബലൂൺ പൊട്ടിക്കണേ അവരായിരിക്കും ജയിക്കുക. മനസ്സിലായില്ലേ? കളിക്കുമ്പോ മനസ്സിലാവും. ഓ, അഭിനയവും ഭാവമൊക്കെ കണ്ടാലുണ്ടല്ലോ എല്ലാം. നമ്മൾ ഈ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ഒന്നും മനസ്സിലാവുണ്ടാവില്ലേ, പക്ഷെ എല്ലാത്തിനും തലയിട്ട്. പക്ഷെ ലാസ്റ്റ് ആ ടീച്ചർ ചോദിച്ച ചോദ്യം ചേച്ചി സത്യസന്ധമായിട്ട് ആൻസർ ചെയ്തു. താങ്ക് യു. ഓക്കെ, നമുക്ക് തുടങ്ങാം. നവ്യക്ക് മനസ്സിലായ? ഇല്ല, ഒന്നും എനിക്കൊരു വസ്തു മനസ്സിലായിട്ടില്ല. അത് കളിക്കുമ്പോ. ശരി, ഓക്കെ, നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഗെയിം കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്നൊന്ന് പറഞ്ഞേക്കണേ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ, എന്റെ ഭാഗ്യം. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. അവര് പോയി. നോക്കി ചെയ്യണേ. ഐശ്വര്യ, ഏണി ഓടിക്കല്ലേ. വേമ്പോ ഏണി താഴെ ഇടല്ലേ ജസീല, താഴെ മുട്ടരുതേ. പൊട്ടിക്ക്. കൊട്ട് അടിപൊളി. പോട്ടെ. താഴെ മുട്ടല്ലേ, ഏണി താഴെ മുട്ടല്ലേ. ഓ,
മുട്ടല്ലേ, താഴെ മുട്ടാതെ പോ. പോ, 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 പോ. ആ, ഓക്കേ, ഓക്കേ. മാറ്, മാറ്, മാറ്. ഇതിലാ speed, speed. ഐഷു, ഐഷു, ഡയാന ക്രോസ് ചെയ്തോ ഡയാന. ഐഷു, 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 ഐഷു. വെരി ഗുഡ് സൂപ്പർ ഗുഡ് സ്പിരിറ്റ്. എന്തൊരു ഗെയിം ആയിരുന്നു അല്ലേ, അടിപൊളി. സൂപ്പർ അടിപൊളി സൂപ്പർ. ഒരു അടിപൊളി. നഖം പൊട്ടി എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജയിക്കാൻ പറ്റി. വെരി ഗുഡ് ഗുഡ് ടീം സ്പിരിറ്റ്, വെരി ഗുഡ്. നമ്മളെ ഞാൻ അല്ലേലും വിചാരിച്ചു ജസീലയും ഡൈനയും അവിടെ പോയപ്പോ അവര് പൊളിക്കും. മുൾമുനയിൽ നിർത്തി. അയച്ചു. ഓക്കെ, നീ സൂപ്പർ ആയിരുന്നു. സ്പെഷ്യൽ മെൻഷൻ ടീം. ജസീല ആൻഡ് ഡയന. ഏണി കോണിയുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സലീമയുടെ തുടങ്ങല്ലേ? അല്ല, സാധ്യതയുണ്ട്. കാരണം ഒരു കരി ഇറങ്ങാത്ത ഞങ്ങളെ ക്യാപ്റ്റനാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തും സംഭവിക്കാം. വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടരുത് കേട്ടോ. അല്ല, ഇത് സുധി. ഇങ്ങനെ ആ ഓക്കെ ഡേ. ഓക്കെ, അപ്പൊ ഇത്തവണയും സലീമേട്ടൻ എന്തെങ്കിലും സീക്രട്ട് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെ ഗെയിം കളിക്കേണ്ടതല്ല പറഞ്ഞു അല്ല, എനിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഒറ്റ സംശയമുള്ളൂ, സലീമേട്ടൻ ശരിക്കും ഏത് ടീമാ? ആ ടീം ജയിക്കുവാണെങ്കിൽ ഈ ടീമാവോ? അല്ല, ഇതിന്റെ കോച്ച്. അപ്പൊ രണ്ടിടത്തുനിന്നുള്ള ശമ്പളം നിങ്ങളുടെ അംബാസിഡർ, ഞങ്ങളുടെ കോച്ച്. ശരി, ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ തുടങ്ങാൻ പോവാ. ഇപ്പൊ 1 പോയിന്റിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുധിച്ചേട്ടന്റെ ടീമാണ്, അതായത് ഈ സൈഡാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഏണിക്കോണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. താഴെ മുട്ടരുത്, താഴെ മുട്ടരുത്. സുധി. അതേപോലെ ഗുഡ് ഗുഡ് താഴെ പൊട്ടിക്കണം. കുറച്ച് താഴ്ത്തി പിടിച്ചോ ചേട്ടാ, സുധിച്ചേട്ടാ കുറച്ച് താഴ്ത്തി പിടിച്ചോ, അപ്പൊ ഈസി ആവും. അങ്ങനെ ഷിയാസ് രണ്ട് കയ്യിൽ പിടിച്ചോടുക്കും. ഷിയാസ് തിരിച്ചോ, തിരിച്ച് വേഗം ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഷിയാസ് രണ്ട് കയ്യില്. അങ്ങനെ വേഗത്തിൽ താഴെ പോരുത്. ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറിയില്ല. വെരി ഗുഡ്. ഇഞ്ച് പോരാട്ടത്തിലാണ്. അപ്പൊ ഇഞ്ച് പോരാട്ടത്തിൽ നമ്മുടെ സുധിച്ചേട്ടൻ ഇഞ്ചി ആയിരിക്കുകയാണ്. നമ്മളേതായാലും ഇവിടെ 1 പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. ഗുഡ് ജോബ് ബിനിച്ചേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ യുവ 1 പോയിന്റ് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ റൗണ്ട് നോക്കുമ്പോ ഇപ്പൊ 1-1 ആയിരിക്കുകയാണ്. സോ ഇഞ്ചി കടിച്ച സുധിച്ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവനെ വയറും വെച്ച് എങ്ങനെ പോയി ആലോചിക്കണേ. ഇല്ല, എന്താ അറിയാമോ, ഇതൊക്കെ ഇവരുടെ കുഴപ്പോ അത് പൊക്കി പിടിച്ചിട്ടാണ് ഇവര് കോണി കാരണത്. അവര് കണ്ടോ, ബാലൻസ് ചെയ്തു. അവര് എന്നെ ശ്രദ്ധിച്ചിട്ട് താത്തി വെച്ചിട്ട് പട 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 പടേന്ന് പോയി. അപ്പൊ ശ്രദ്ധിക്കാൻ ഇവരുടെ ഹൈറ്റ് ഈക്വൽ അല്ലായിരുന്നു. ഈ ഗെയിം കളിക്കുമ്പോ എപ്പോഴും ഈക്വൽ ഹൈറ്റ്. അതായിരുന്നു ഇവിടെ പരാജയം. ശരി, അതായത് ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് എന്ന് പറയാറായിട്ടില്ല. കാരണം ഇപ്പൊ ലീഡിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ. ഇപ്പൊ ടൈല് നിൽക്കുക കേട്ടോ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പയ്യെ മതി. ഒരാള് കടന്നു പോകും. പതുക്കെ പോയാ മതി.
അങ്ങനെ ഒരു കൈ സൈഡിൽ പിടിക്കൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനിഷ്യേറ്റീവ് പുറത്തോട്ട് വാ. പൊട്ടിക്ക് ചേട്ടാ പൊട്ടിക്ക്. ഓക്കേ. ദേ, ഇവിടെ എന്തുവാണ് ഇവിടെ? തിരിച്ചു വാ ചേട്ടാ. ഒരു കൈ സൈഡിലും ഒരു കൈ ഫ്രണ്ടിലും. ചേട്ടാ ഒരു കൈ ഫ്രണ്ടിലും. ഏയ്, അങ്ങനെ ഇവിടെ ഒരു കൈ പെട്ടെന്ന് സൈഡിലും. അവനെ നോക്കുന്നത് എവിടുന്ന് വന്നു നമുക്ക് അറിഞ്ഞൂടാ ആളുള്ളത്. ചേട്ടാ. ഓക്കേ മോളി മോളി ഹോൾഡ് ചെയ്യ്. തമ്പുരു. പൊട്ടിക്കണം നിന്നോ? അവിടെ നിക്ക് നിക്ക് നിക്ക്. നിക്ക്. വെയിറ്റ്. ചേട്ടാ പോട്ടെ ചേട്ടാ. ചേട്ടാ ഏണി ഒന്ന് പിടിച്ചു കയറി. സമ്മതിക്കില്ല. അഴിമതി ഉണ്ട് ഇവിടെ. ഫൗളാണ് ഇവിടെ. പക്ഷെ പെർഫോമർ ഓഫ് ദ ഡേ അതെ നിർമ്മലായിരുന്നു. ചിരിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല നിർമ്മൽ. നിർമ്മല് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് പരിപാടി പൊളിഞ്ഞിട്ട് ഓടിയിട്ട് ഇപ്പഴാ മേലം നിറങ്ങണേ. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ആ ഒരു ഗെയിം സ്പിരിറ്റ്? ബാബുട്ടാ ഒരു 15 മിനിറ്റ് പറയാന്നല്ലേ? ബാബുട്ടാ. ലക്ഷ്മി, ഞാനിവിടെ വരുമ്പോ ഞാൻ ഗെയിം കളിക്കുമായിരുന്നു? ഇല്ല. കളിക്കില്ലായിരുന്നു. ഭയങ്കര ഞാൻ പറഞ്ഞ ഇപ്പോഴും കളിക്കില്ലല്ലോ. അല്ല, നീ ഇപ്പൊ കളിക്കില്ലല്ലോ. ഇപ്പൊ കളിക്കുന്നു. ഇപ്പൊ ഞാൻ പിന്നെ മുറുക്കാൻ നടപ്പാ ചെയ്തത് വല്ലപ്പോഴും ഒക്കെ. എന്തായാലും ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒന്ന് അല്ല അതല്ല ഞാൻ പറഞ്ഞ തമ്പുരു. നമ്മളെ അല്ല തമ്പുരുവിന്റെ മക്കളെ, നിനക്ക് എന്ത് സംഭവം എന്തോ ഇത്? എന്തുവായിരുന്നു ഇവിടെ? ടിക്കണേന് വേണ്ടി അവള് ചിലപ്പോ അടുത്ത് കിടക്കുന്ന നിലംപരിശാക്കിയിട്ടൊക്കെ പോകും. അതിന്റെ കൂടെ ബ്രഷ് പോലത്തെ മുടിയോ. ഞാൻ വിചാരിച്ചു നിർമ്മല തുമ്മിച്ചാവുന്നു. ശരി, അപ്പം ഈ ഒരു റൗണ്ട് ആക്ച്വലി അപ്പളേ ഞാൻ കോമഡി റൗണ്ട് എന്ന് പറയാൻ വന്നതാ. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് തിരിച്ചു വരണതാ. അപ്പളേ ഇപ്പൊ കഴിഞ്ഞത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നില്ല കേട്ടോ. ഇത് വെറും ഒരു കോമഡി റൗണ്ട് മാത്രമായിരുന്നു. ഈ ആങ്കറിന് ഒരു പ്രാവശ്യം തെറ്റിയ ആർട്ടിസ്റ്റുകൾക്ക് 50 പ്രാവശ്യം തെറ്റി. അതിന് ഞാൻ പറഞ്ഞു ചേട്ടൻ പിന്നെ എന്നും തെറ്റിക്കാറുണ്ടല്ലോ. അതാ പറഞ്ഞ ആങ്കർ. അപ്പഴേ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരു റൗണ്ട് കൂടെ പോയാലോ? എന്നാലല്ലേ ഇപ്പൊ ടൈല് നിക്കല്ലേ, ഇത് നമുക്ക് കൂട്ടണ്ട. ഇത് നമ്മളെ ഇത് ചിരിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ. ശരി, അപ്പഴേ ഇവിടെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. ഇതിൽ ജയിക്കുന്ന ടീം ജയിക്കും ഈ ഗെയിമിൽ, ഏണി കോണി എന്നുള്ള ഈ ഒരു ഗെയിമില്. സംഗതി ഇത്രേ ഉള്ളൂ, ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം. ഐഷു യുവേ ഇറങ്ങും ഈ ടീമിൽ. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം. ഐഷു യുവേ ഈ ടീമിൽ നിന്ന് ഇറങ്ങും. യെസ്, ജ്ഞാനദൃഷ്ടി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോകുമ്പോ ഐഷു ആദ്യമായിട്ടൊരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞ ഞാൻ കേട്ടു, ചേട്ടാ പേടിയാവുന്നു. ഐശ്വര്യ അങ്ങനെ കണ്ടോ? ഐശ്വര്യ നിൽക്കുമ്പോ ഞങ്ങൾക്കാണ് പേടി. ഓക്കെ, ഐശ്വര്യ പറയാ, ചേട്ടാ അപ്പുറത്ത് മൊത്തം നരുന്തുകളാണ്. ഇതൊക്കെ ഞാനാണെങ്കിൽ ഒളിഞ്ഞു കേൾക്കുകയും ചെയ്തു. അവളെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അംഗം കുറിക്കല്ലേ? കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. അവിടെ തുടങ്ങി വണ്ണൊക്കെ പറയുന്നതിന് മുമ്പേ പൊട്ടിക്കടാ മോനെ. പിടിക്കല്ലേ? ഐഷു വേണി ബാലൻസ് ചെയ്തോ, കുഴപ്പമില്ല. ആരെങ്കിലും സമ്മതിക്ക്. പേടിക്കണ്ട.
അടിപൊളി. വെരി ഗുഡ്, ഗുഡ് അടിപൊളി ഐഷു മാനം കാത്തു. സോന ഓക്കെ ആണോ? അങ്ങനെ Okay. വെളുത്ത ജെസ്സിയിലെ ഇഞ്ചി ആയിരിക്കുകയാണ്. ശരി, നന്നായിട്ട് കളിച്ചു. ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. പുളിയാണ് ഈ മഞ്ഞളായിട്ടുണ്ട് പുളി പുളി. ഐശ്വര്യം യുവയ്ക്കും ഒരു വലിയ കൈഡി കൊടുക്കാണ്. ഭയങ്കര രസമായിട്ട് കളിച്ചു കേട്ടോ. നിങ്ങളും ഭയങ്കര രസമായിട്ട് കളിച്ചു. ഫിനിഷേട്ടാ എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്. ആന്താ ആൾക്കാരെ ഇല്ലെങ്കിൽ മണ കൊണാന്ന് സെലക്ട് ചെയ്ത് വിട്ടെ. ആര്? നിങ്ങൾ തന്നെ. ഈ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീം. നമ്മ ടീമാണ്. അതെ. ഞാൻ നോക്കേന്ന്. എനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്ന്. അല്ല, കോച്ചാണെന്നല്ലേ പറഞ്ഞ ഈ ടീമിന്റെ? ഞാൻ രാജിവെച്ച്. ഓ, ഇങ്ങനെ കാല് മാറുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുകയാണ് ദൈവമേ. ഓക്കെ, അപ്പൊ ഇതിലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അല്ല, നമ്മുടെ ടീമിന്റെ ഫാൻസ് അസോസിയേഷന്റെ കാര്യം പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ എന്തോ ആണെന്ന് പറഞ്ഞിരുന്നു. ജോയിൻ ചെയ്തു. അയ്യോ സൈക്കിളിന്റെ പാട്ട് പാടിയില്ല. അല്ല, ഇതിനു മുമ്പ് രാജിവെച്ചു അങ്ങനെ എന്തോ പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ ചുമ്മാ രാജ്യത്തിൽ ഒത്തുറപ്പായി കമ്മല്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് വാശി ഉണ്ടാവുള്ളൂ. അതെ, അതിനാണ്. ശരി. അപ്പോഴേ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി? അതെ. അല്ലല്ല, അത് തന്നെ. അല്ലാതെ പറഞ്ഞോ ലക്ഷ്മി. ലക്ഷ്മി ഒന്നോട് പറ. ബിനു അടിമാലി ആൻഡ് ടീം. നവി ചേച്ചി, ഇന്നത്തെ ഈവന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നവി ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചില്ല, ഭയങ്കര ഒരു വിഷമായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു BSA സൈക്കിളും അതുപോലെ തന്നെ ഒരു 3 ഫോൾഡിന്റെ കുടയും, അതായിരുന്നു ഭയങ്കര ആഗ്രഹം എന്ന്. കുറെ പേർക്ക് കുറെ ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ? സലീമേട്ട, കുട്ടിക്കാലത്ത് ഏറ്റവും അധികം കൊതിച്ചിട്ടുള്ളൊരു കാര്യം എന്താ? അച്ഛനാവാൻ. എത്ര വയസ്സിലായിരുന്നു അച്ഛനാവാൻ കൊതിച്ചത്? പള്ളിയച്ഛനാൻ വേണ്ടിയാണോ? പള്ളിയച്ഛൻ അല്ലല്ല, കൊച്ചിന്റെ അച്ഛൻ. എന്റെ അച്ഛനാവാനായിട്ട് എന്നുവെച്ചാല് അച്ഛൻ എന്നൊരു പോസ്റ്റ് ഇല്ലേ, ആ പോസ്റ്റ് ആവാനായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ആഗ്രഹം നിങ്ങൾ ഇവിടെ സാധിച്ചു തരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സലീമേട്ടന്റെ ആഗ്രഹം ഇവിടെ സാധിച്ചു കൊടുക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ എന്റെ ആഗ്രഹം സാധിച്ചെന്നാ മതി. എന്നെ സൈക്കിളിൽ ഓടിപ്പിക്കാനുള്ള പരിപാടിയല്ലേ? ചേട്ടന്റെ ആഗ്രഹം സാധിച്ചെന്ന് ലക്ഷ്മിയാണെങ്കിൽ ചേട്ടന്റെ ആഗ്രഹവും ലക്ഷ്മി തന്നെ സാധിച്ചു തരും. മോളെ ഞാനേ ലക്ഷ്മി മോളെ മോളെ എന്ന് വിളിച്ചത്. അതാണ് വൈഫിനെ മോളെ സലീമേട്ടൻ ഒരു സിനിമ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചക്കരെ മുത്തേ പൊന്നെ മോളെ എന്നൊക്കെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറയുമ്പോഴേ അച്ഛനാവണമെന്ന് കൊതിക്കണമെന്ന് ചേട്ടൻ പറയണു. തെറ്റിദ്ധരിക്കണത്. കാരണം അച്ഛന് അന്നേരത്ത് വീട്ടിൽ വെള്ളം അടിച്ചു വരാ, വീട്ടിൽ സുഖത്ത് വലിക്കുക, അങ്ങനെ ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കും. അതെ, ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കും, നല്ല ഫുഡ് കൊടുക്കും, നമുക്ക് അതിന്റെ അച്ഛന് കൊടുക്കും. അപ്പൊ അന്നൂടിയുള്ള മോഹമായിരുന്നു. അച്ഛനെ പോലെ 4 കാലിൽ വരണം, സിഗരറ്റ് വലിക്കണം, അങ്ങനെയാണോ അച്ഛനെ ആഗ്രഹം? വെള്ളമൊക്കെ അടിച്ചു വരണം. സലീമേട്ട ഇപ്പൊ ആ പോസ്റ്റ് എത്തിയല്ലോ, എന്നിട്ട് എന്തായി? തലതിരിഞ്ഞു പോയി. ഇപ്പൊ മക്കൾക്കായി. എന്റെ അച്ഛൻ എപ്പോഴും പറയും, എന്റെ അച്ഛൻ എപ്പോഴും ഇത് പറയും സലീമേട്ട. അതായത് എന്റെ അച്ഛന്റെ കാലത്തൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും മുട്ടൊക്കെ ഇടിച്ചിരുന്ന് അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഇത് തന്നെ ഞാൻ കല്യാണം കഴിച്ച് വരുമെന്ന് വിചാരിച്ചപ്പോ എന്റെ ജനറേഷൻ വന്നപ്പോഴത്തേക്കും മക്കൾക്കായി പ്രാധാന്യം മക്കൾക്കായി. അപ്പോഴും നമ്മളുടെ അവസ്ഥ ഇത് തന്നെ. അത് തന്നെ ഗതികെട്ട ജന്മം എന്ന് പറയൂലേ. എനിക്കും ആക്ച്വലി എന്റെ 18 years ആകുമ്പോഴത്തേക്കും എനിക്കും അമ്മയാവണമെന്നുണ്ടായിരുന്നു, സീരിയസ്ലി. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാനൊരു യങ് മമ്മി ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു തോട്ട്സ് മുന്നേ ഉണ്ടായിരുന്നു. സോ 18 ഒക്കെ കടന്നു പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഏജ് പോകുമ്പോഴത്തേക്കും അത് വിട്ടു. നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ അടുത്തൊക്കെ പോയിരിക്കണേ? സലീമേട്ടന് ഇപ്പൊ കുട്ടിയാവാനല്ലേ ആഗ്രഹം? അതെ, സലീമേട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാം. 2 കെട്ട് ബീഡിയും തരാം, 2 പെഗ് തരാം. ധൈര്യമായിട്ടിരി, നോ ടെൻഷൻ. അത് അവന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. എപ്പോ വേണമെങ്കിലും അവൻ തരും, ഇവിടെ ഇരുന്ന് വേണേ കഴിക്കുകയും ചെയ്യും. ശരി. അപ്പളേ കുട്ടിക്കാലത്ത് നവി ചേച്ചി ഏറ്റവും അധികം കുതിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BSA സൈക്കിള് വേണം, അതുപോലെ ഓക്കെ. ഇത് രണ്ടുമായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം. പക്ഷെ അന്ന് അച്ഛനും അമ്മയ്ക്ക് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ടീം അച്ഛനും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് ചേച്ചിക്കായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഗിഫ്റ്റ് ഞങ്ങൾ തന്നോട്ടെ. ഗിഫ്റ്റ് ആയിക്കോട്ടെ. എന്റെ പൊന്നട രാജു, രാമപുരം രാജു എന്റെ അച്ഛനെ വിളിച്ചു. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ല, അവര് സാധിച്ചു തരാഞ്ഞല്ല, അവർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ചേച്ചിയുടെ അച്ഛൻ വന്നേ, ചേച്ചിയുടെ ഫ്രീക്കൻ അച്ഛൻ വന്നേ. ഒരു
ആഗ്രഹമല്ല, 2 ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഇപ്പുറത്തതാ ഒരു 3 ഫോൾഡ് കൊട. ചേച്ചിയല്ലേ പറഞ്ഞേ ഫ്രണ്ടില് കൊട്ടയുള്ള സൈക്കിൾ വേണമെന്ന്. റോസപ്പൂവും അതും ഫ്രഷ് ഫ്ലവേഴ്സ്. ഈ ഒരു ആഗ്രഹം കേട്ടപ്പോ മുതൽ ഇത് നിറവേറ്റി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കായിരുന്നു അല്ല, നമ്മുടെ ഷോ ഡയറക്ടർക്ക് അല്ല, അപ്പുറത്തിരിക്കുന്ന സലീമേട്ടൻ. ഞാൻ ചങ്ക് പൊട്ടിയില്ലെന്നുള്ളൂ. ഇത് കേട്ടപ്പോ ഞാൻ അപ്പൊ തന്നെ പോയി മീൻ പറത്തോട്ടി ചോർന്നു. വിശപ്പ് സഹിക്കാൻ പറ്റില്ല. കാമുകി മരിച്ചപ്പോഴും പുള്ളി അത് തന്നെ ചെയ്തു, ഓർമ്മയില്ലേ? ശരി ചേച്ചി, ഇവിടെ കോമഡി അല്ല, ഇവിടെ റിയൽ ലൈഫാണ്. ചേട്ടൻ ആ ഒരു ഹൃദയം കാണിച്ചിരിക്കുകയാണ്. എന്റെ നവ്യമോളെ ചെയ്യാതിരിക്കില്ല. ചേട്ടന് വേണ്ടി ചെയ്യില്ല മോളെ. വൃത്തികെട്ട ആത്മാർത്ഥത. പാപ്പ അവന് ഉമ്മാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നെ നോക്കി, അടിയിട്ടില്ലേ, അതുകൊണ്ട് പാപ്പാക്കിയതാ. നല്ല കോസ്റ്റ്യൂം മാച്ചാ.
ഭയങ്കര കോഇൻസിഡൻസ് ആണ്. ചേച്ചി ഒരു ആഗ്രഹം പറയും, ഇങ്ങനൊരു കോസ്റ്റ്യൂമിൽ വരും. കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വെള്ളിത്തിരയിലേക്ക് ഒന്ന് പോയോ? അല്ല, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ക്യാരക്ടേഴ്സിലൊന്നാണ്. പിന്നെ ഞാൻ വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. അതെ. അതിന്റെ വൈബ്രൻസിയുടെ മെയിൻ റീസൺ ഭദ്രൻ സാറാണ്. അദ്ദേഹം പറഞ്ഞു തരുന്നു അങ്ങനെയാണ്. അതിലുണ്ടല്ലോ 8-10 ആ അതെ അതെ. അപ്പൊ ക്യാരക്ടറും പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് മണിച്ചേട്ടനെ ഓർമ്മ വന്നു. കലാഭവൻ മണിച്ചേട്ടനാണ് എൻ്റെ ബ്രദറായിട്ട് അതിൽ അഭിനയിക്കുന്നത്. അതിലെ ക്യാരക്ടർ പോലെ ഭയങ്കര സ്നേഹമാണ് നമ്മളോടും. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ സിനിമയുടെ ഷൂട്ടും അട്ടപ്പാടിയിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു വീട്ടിലാണ് ഞങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പാട്ടുണ്ടല്ലോ, അതില് കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചെണ്ട് മാനിച്ചെണ്ട്. ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ദിനേശ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ മാസ്റ്റർ. അപ്പൊ ഞാനും രാജു ചേട്ടനും പൃഥ്വിരാജും ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഞങ്ങൾക്ക് റിഹേഴ്സലാ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ദിവസം വൈകുന്നേരം വന്ന് നല്ല കുട്ടികളായിട്ട് നിന്നിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിക്കും. അന്ന് രാജു ചേട്ടൻ ഞാനൊക്കെ ഞങ്ങൾ ന്യൂ കമേഴ്സ് ആണ്. പിന്നെ എസ് കുമാർ ക്യാമറാമാൻ, അദ്ദേഹം മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാമാൻമാരിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കാണാൻ ഇത്രയെങ്കിലും ഭംഗിയുള്ള സിനിമകളിൽ പെട്ടൊരു സിനിമയാണ്. ഒരു കാര്യം പറയട്ടെ, അന്നത്തെ തത്തയും ഇന്നത്തെ ഈ ഒരു തത്തയും തമ്മിൽ വലിയൊരു മാറ്റമൊന്നും തോന്നണില്ല. ഏയ് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 10-20 കിലോയുടെ കൂടുതൽ അത്രേ ഉള്ളൂ. അന്ന് തത്തായിരുന്നു, ഇന്ന് തത്തമ്മ. കട്ടത്തൈര് വന്ന് തലയിൽ വീഴുന്ന ഒരു സംഭവം, അത് ഒറിജിനൽ തൈരായിരുന്നു. അയ്യോ, അതൊരു വൃത്തി. അത് ഈ ഭദ്രൻ സാറിന് ഒരു നിർബന്ധമുണ്ട്. പിന്നെ അതുപോലെ ചാണകം എടുത്ത് മുഖത്ത് ഇങ്ങനെ തേക്കുന്ന ഒരു സീനുണ്ട്. കഴിഞ്ഞ ദിവസം സലീമേട്ടൻ പറഞ്ഞില്ലേ എന്തൊരു നാച്ചുറാലിറ്റി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ ചാണകമാക്കിന്ന്. അതിനു വേണ്ടി അയ്യേ എരുമ ചാണകം എന്നാണ് എൻ്റെ ഡയലോഗ്. കറക്റ്റ് എരുമയുടെ ചാണകം തന്നെ എടുപ്പിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്ത് തേപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര എന്തൊരു കഷ്ടമായി പോയി. പക്ഷെ അദ്ദേഹം ഉഗ്രൻ ഡയറക്ടറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് അതെ അതെ അടിപൊളി. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ മലയാള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് സ്ഫടികം. അപ്പം അതിന്റെ സംവിധായകന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയ ഭാഗ്യമാണ്. ശരി, സ്റ്റാർ മാജിക് ടീമിന്റെ ഈ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു സമ്മാനം എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയാനാണ്, സ്റ്റാർ മാജിക് എന്ന് പറയുന്നതും നിങ്ങൾ എല്ലാവരും ഓൾ ആർ ടു ഡിയർ ആൻഡ് ക്ലോസ് ടു മീ. ഞാനൊരു പ്രോഗ്രാമിൽ അങ്ങനെ പോവോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പിന്നെയും അവിടെ വരാൻ ആഗ്രഹിക്കുമോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അതിന് അറ്റാച്ച്മെന്റ് ഒന്നും തോന്നാറില്ല. എന്ന് വെച്ച് സ്നേഹമില്ല എന്നല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അങ്ങനെ ഒരു ഫാമിലി അങ്ങനെയൊന്നും തോന്നാറില്ല. ഇപ്പൊ ഇവര് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മള് അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോകുന്ന പോലെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് നോന്ന് പറയാനും പറ്റാറില്ല. പക്ഷെ അതുകൊണ്ട് എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, സൈക്കിൾ വേണ്ട, സൈക്കിൾ ചവിട്ടാനൊക്കെ എനിക്ക് ചമ്മലാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. സലീമേട്ടാ, ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ ഈ കുട്ടിയുടെ ഡാൻസിന് കുട്ടി മിണ്ടിയ സ്റ്റേജിൽ കരയുന്നറിയാലോ. ജഡ്ജി ഇരിക്കണം, കോടതിയാണ്. അത് ഓർത്തിട്ട് ഒന്ന് പറഞ്ഞോളൂ. അതിനിടെ കൂടെ അവളെ എനിക്ക് വെച്ചത് കണ്ടോ, ഈ കുട്ടി മിണ്ടിയ കരയുന്നറിയാലോ. അവളുടെ ഇടയിൽ കൂടി എനിക്ക് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് കരഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുക്കാം. അത് വെച്ചിട്ട് അവള് സൈഡിൽ കൂടെ സലീമേട്ടന്റെ ആഗ്രഹം പൂർത്തീകരിച്ചോ? സഫലമായോ? ഞാൻ തിരുപ്പതിയായി. ആണോ? തിരുപ്പതിയായി. ഈ കുട്ടിയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര മാർക്ക് കൊടുക്കാം? പറഞ്ഞോ. ഞാൻ ഇപ്പോഴും അതിന് മോചിതനായിട്ടില്ല. മോഹിതനായില്ലെന്നോ? മോചിതനായിട്ടില്ല. സോറി, as well as but also മാങ്ങ കളിക്കണേ. അച്ഛനാവണം. അതല്ല, നവ്യ തത്തേറ്റ് ഇപ്പോ പൃഥ്വിരാജ് ആവാൻ പല ശ്രമം ഇവിടെ കിടന്ന് പലരും കാണിച്ചു കൊടുക്കാൻ കണ്ടു. ഷിയാസ് അത് പിന്നെ സഹിക്കാം. നമ്മുടെ സ്തുതി പൃഥ്വിരാജ് അങ്ങനെയുണ്ട്. പൃഥ്വിരാജോ അതുകൊള്ളാം. ശശാങ്കിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫിഗർ കറക്റ്റ് ആയി, ഫിഗർ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഡയലോഗ് ആ ഡാൻസിന്റെ സ്റ്റെപ്പിന് കൂടെ ഉള്ള ഒരു കറക്ഷൻ മാത്രമല്ല. പൃഥ്വിരാജോ പിന്നെ ഓരോ പൃഥ്വിരാജല്ലായിരുന്നു, ഒരു പ്രത്യേക രാജായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളെ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക് ഫാമിലിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ വി ലവ് യു സോ മച്ച്. ഈ ഒരു പെർഫോമൻസ് വേണ്ട അപ്പുറത്തൊന്നും ചോദിക്കണ്ട, എനിക്കറിയാം കാളവാലി വെക്കണതാണ് ഇപ്പോഴേ. ഇവിടുത്തെ ബിനു പൃഥ്വിരാജ് പതുക്കെ ഞാനൊരു ഉമ്മ ചൂടോടുകൂടി ഈ ഒരു പെർഫോമൻസിനും നമ്മുടെ ഫാമിലിയെ പറ്റി പറഞ്ഞതൊക്കെ കേട്ടപ്പോ എന്താ പറയാ, ഭയങ്കര സോ സ്വീറ്റ് ഓഫ് യു. നല്ലൊരു പെർഫോമൻസും ചെയ്തു. ശരിക്കും
ചെറുതായിട്ടൊരു സങ്കടം വരുന്നുണ്ടോ? കണ്ണിലിങ്ങനെ നിറഞ്ഞ പോലെ തോന്നാണോ? ഭയങ്കര അതെപ്പോഴും വെള്ളം നിറഞ്ഞ പോലെ അങ്ങനെ. അല്ലല്ലല്ല ചേച്ചി അതെന്താ കണ്ണ് ഇടുക്കിടാമാണോ? ഞാൻ ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യാറുള്ളതല്ലേ. ഇപ്പൊ ഒരു ഉമ്മ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ അതെ ഉമ്മ. ഇനി ഇങ്ങോട്ട് താക്കാം. അല്ല ഞാൻ തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു പെർഫോമൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം. എനിക്ക് വോട്ട് ചെയ്യുക. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് സ്റ്റാർ മാജിക് 122 സ്പേസ് 122 333 4. അല്ല 143. താങ്ക് യു സോ മച്ച്. അടിപൊളി. താങ്ക് യു ചേച്ചി. 3 ഫോൾഡ് കൂടെ BSS സൈക്കിളും വീട്ടിലേക്ക് തന്നെടുത്തേ വേണം. പലമണി 143 143 നശിപ്പിച്ച് പട്ടച്ചാര ഒഴിച്ച് കൊട്ടാരം നശിപ്പിച്ച്. അപ്പൊ ഇനി നമ്മള് പോവാൻ പോണ ഗെയിം എന്തിനു വേണ്ടിട്ടാ? ഇതിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ? ആരാണ് ജയിച്ചതെന്ന് അറിയാൻ വേണ്ടി. അതായത് സൂപ്പർ പവറില് ഒരു വിന്നർ വേണമല്ലോ. ശരിയാണല്ലോ, എന്നാലല്ലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ, പണിഷ്മെന്റ് കിട്ടുള്ളൂ തോറ്റ ടീമിന്. അതിനു വേണ്ടിട്ട് നമ്മൾ വെറുതെ ഒരു ഗെയിമിലേക്ക് പോവാൻ പോവാ. വളരെ കുട്ടിയായിട്ടുള്ള ഒരു ലൈറ്റ് ഗെയിമിലേക്ക് നമ്മൾ പോവാൻ പോവാ. റിങ്ങ റോസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. റിങ്ങ റോസസ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ഓരോ ഗെയിമിന്റെയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ആവേശമാണ്. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗെയിം ഏതാ? കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ള ഗെയിം കുട്ടിങ്കോലും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ ബേസ്ബോൾ. ശരി, എന്ത് ചുമ്മാ അല്ലല്ല, അത് ആരുടെ കൂടെ കളിച്ചതെന്നും കൂടെ അറിയണം. ഒരു ഭയങ്കര നാളം വരുന്നുണ്ട് അത് പറയുമ്പോ. ബേസ്ബോൾ എന്നൊക്കെ യാസിന്റെ ഗെയിമാണ് ബേസ്ബോൾ. നല്ല ബേസ് ആണ് ശബ്ദത്തിൽ. എന്താ ബേസ്ബോൾ കൊണ്ട് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ദേശീയ കളിയാണ് അമേരിക്കയിൽ. ഓ നിങ്ങളെ വെറുതെ. കാരണം പുള്ളിയുടെ ഒരു ക്യാരക്ടറിൽ ഉണ്ടായിരുന്നല്ലോ ഈ ഞാനല്ല യഥാർത്ഥ ഞാനങ്ങ് അമേരിക്കയില്. നവിച്ചേച്ചി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഇനി ഞാൻ അറിയാതെ പോലും കുട്ടിക്കാലത്ത് കളിച്ച കളിയുടെ പേരോ കുട്ടിക്കാലത്ത് നടക്കാതെ പോയ ആഗ്രഹങ്ങളെ കുറിച്ചോ പറയില്ല. അന്ന് ഒളിച്ചു കളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. അത്രേ ഉള്ളൂ. കുട്ടിക്കാലം പോയിട്ട് കുട്ടിക്കാലം പോലും പറയത്തില്ല. പറയില്ല. ശരി, അപ്പോഴേ നമ്മളിങ്ങനെ ഒരു റൈം ഒക്കെ പാടില്ലേ? റിങ്ങ റോസസ് പോക്കറ്റ് ഫുൾ ഓഫ് റോസസ്. അശ ഈ ഡ്രസ് കറക്റ്റാ. വി ഓൾ ഫോൾ ഡൗൺ. കുഞ്ഞാവേ വാ ചാച്ചൻ എടുക്കാം. വേണം. കുട്ടിക്കാലത്തെ ഇങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ അണ്ടയ്ക്ക് മുണ്ടയ്ക്ക് ഡാമ ഡൂമ ഡസ്കനക്കൻ അങ്ങനെ എണ്ണിപ്പിരിക്കുന്ന പാട്ടുകൾ ഉണ്ടാവില്ലേ? ഓർമ്മയുള്ള പാട്ട് ഏതാ? സാറേ സാറേ സാമ്പാറേ വീട്ടിലെ കല്യാണം വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി അത് ശശാങ്കന് തന്നെ വിളമ്പോ ആന വിളമ്പും ചമ്മന്തി. 1 2 3 ആസ്പത്രി മൂല പച്ചവെള്ളം കാപ്പി പാലിട്ട റൊട്ടി തങ്കമ്മ വരുവിൻ പിണ്ണാക്ക് തരുവിൻ അക്കിണിക്കിണി തിമ്മ തിമ്മ ജയ്. അക്കുത്തിക്കു താന വരുമ്പോ കയ്യെ കുത്ത് കരിങ്കുത്ത് ജീപ്പ് വെള്ളം താറാ മക്കളുടെ കയ്യിലൊരു ബാങ്ക് അരിപ്പ് കുത്തി പച്ചോറാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്. സീതയുടെ അച്ഛന്റെ പേരെന്ത്? പാണ്ടിച്ചപ്പാന നോട്ട് ജില്ലയിലെ പച്ചുമച്ചാന താനും തെയ്യും തെയ്ക്ക് തെയ്യാമ അണ്ണ അണ്ണ ഉണ്ണ ഉണ്ണ ജയ്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഇടസം വള വാങ്ങി വളയുടെ നിറമെന്ത്? മഞ്ഞ. പാട്ടുണ്ട്. നാരങ്ങപ്പാല് ചൂണ്ടക്ക് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഡുമുക്ക് ഡുമുക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ വെളുത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. നടുവട്ടം സ്റ്റോപ്പിൽ നമ്മള് നിൽക്കുമ്പോ അവിടെ വന്നൊരു ബസ്സൊന്നും ഇറങ്ങി ഞമ്മളെ നോക്കിയ പെണ്ണ. നടുവട്ടം സ്റ്റോപ്പിൽ നമ്മള് നിൽക്കുമ്പോ അവിടെ വന്നൊരു ബസ്സൊന്നും ഇറങ്ങി ഞമ്മളെ നോക്കിയ പെണ്ണ്. അയലാബി പറഞ്ഞിട്ട് വൈത്താല ചെന്നപ്പോ ചെറുത്താനെ എന്ന് പറഞ്ഞു ചെള്ളക്കിട്ടുള്ള പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ശ്രീവിദ്യ വേറൊരു ടോണാണ്. നിങ്ങൾക്ക് അറിയാവുന്ന
പറയില്ല. ജമ ജമാലു പുത്തന ഗീസ സൂഷ്മ തമ്പുരു തമ്പുരു ആശിമ സാദാ വന്നിസക്കെ കന്നീസ ജമ ജമാലു. ഇതേതാ ഭാഷ പറഞ്ഞിരണം? മറ്റേ ബാഹുബലിയിലെ When I went to Ponnani, when I saw a Kalyani sitting on a Mullani, eating beating biryani. കളിൽ കളിയുണ്ട്, കിളിയെ പിടിക്കാൻ പെണ്ണുണ്ട്, പെണ്ണിന്റെ കയ്യിൽ വളയുണ്ട്. എന്ത് വള കുപ്പി വള, എന്ത് കുപ്പി പാൽ കുപ്പി, എന്ത് പാൽ പശു പാൽ, എന്ത് പശു കൊമ്പള പശു, എന്ത് കൊമ്പ് സൂചി കൊമ്പ്, എന്ത് സൂചി മൊട്ട് സൂചി, എന്ത് മൊട്ട് താമര പൊട്ട്, എന്ത് താമര കുളത്തിൽ താമര, എന്ത് കുളം ദേവി കുളം, എന്ത് ദേവി കാട്ട് ദേവി, എന്ത് കാട് കുറ്റിക്കാട്, എന്ത് കുറ്റി ചപ്പാക്കുട്ടി. കുറുക്കന്റെ കുഞ്ഞ് വെയിലിമെ പാക്കണം, കോഴിനെ പിടിക്കണം, കറുമുറ തിന്നണം. കുറുക്കന്റെ കുഞ്ഞ് വെയിലിമെ പാക്കണം, കോഴിനെ പിടിക്കണം, കറുമുറ തിന്നണം. മൂലയിലിരിക്കുന്ന വടിയുടെ കുഴി തൃശ്ശൂർ ബാപ്പ, ഞാനിപ്പം പട്ടാളത്തിൽ പോവും ബാപ്പ, നീ ഇപ്പം പട്ടാളത്തിൽ പോണ്ട മോനെ. മൂലയിലിരിക്കുന്ന വടിയുടെ കുഴി തൃശ്ശൂർ ബാപ്പ. ജോണി ജോണി പാപ്പ, eating sugar no papa, telling lies no papa, open your mouth. വെണ്ടയ്ക്ക മണവാളം പണ്ടൊരിക്കൽ കണ്ടത്തിൽ നിന്നും ഒലിച്ചുപോയി. അതുവഴി വന്നൊരു കുടവയറൻ അതിന് പിടിച്ചങ്ങ് കുട്ടയിലാക്കി, വെട്ടിഞ്ഞുറുക്കി ചട്ടിയിലാക്കി, ഊണിന് കൂട്ടാൻ സാമ്പാറാക്കി. ഒന്നാനം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ, എന്നെ പോന്നാലോ എന്നെല്ലാം തരുമെനിക്ക്, കളിക്കാനോ കുളം തരുവിൻ. ഒന്നാനം ഇട്ടിരിപ്പാൻ പൊന്തടുക്ക്, ഇട്ടുണ്ണാൻ പൊന്തളിക, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്, ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം അവർക്കെല്ലാവർക്കും മുട്ടില്ലാതാനും. കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി. താങ്ക് യു. വന്നൊരു തവള ചാടി ചാടി പോണ നേരം മുമ്പിൽ വന്നു പെട്ട് ഫീമെയിൽ തവള. കിട്ടിയ തക്കൻ തോക്കി നമ്പർ ഒന്ന് ചോദിച്ചപ്പോൾ കിട്ടി ഫേസിൽ ഒരു ജില്ലം പടപടഹേ. ഗൾഫീന്ന് വന്നൊരു തവളെ നീ എന്നോട് കളിക്കണ്ട, നീ എന്നോട് കളിച്ചാൽ നിന്നെ ഷാപ്പിലെത്തിക്കും. ഒരു കാര്യം, അത് സുധീനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പാട്ടാ. നമ്മള് പോകുമ്പോ ഗുജറാത്തി കൽത്തള ചേട്ടൻ പറഞ്ഞോ, മലയാളി പെണ്ണാണ് ചേട്ടൻ പറഞ്ഞോ. അപ്പഴേ സലീമേട്ടന്റെ പാട്ടിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ഞങ്ങൾ ജസ്റ്റ് ഇട്ടരോ, നമുക്കൊന്ന് കേൾക്കാം അല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചിക്കിച്ചി. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഇന്ദ്രരത്നം ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ, പഞ്ചാബി ഇയാൾക്ക് പാടാൻ അറിയോ? ഒരു റിങ്ങ റോസസിൽ നമ്മൾ തുടങ്ങിയതാ. എത്ര ഓരോരുത്തരുടെ നാട്ടിൽ നമ്മൾ കുട്ടിക്കാലത്ത് പാടിയിരുന്ന പാട്ടുകൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ലാസ്റ്റ് അത് ഗുജറാത്തി കാലത്തള കെട്ടിയ ഒരു രസകരമായിട്ടുള്ള സലീമേട്ടന്റെ വേർഷനിലേക്ക് വരെ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. മൂവിങ് ഓൺ ടു ദ ഗെയിം റിങ്ങ പിരമിഡ്. പിരമിഡിന്റെ പാവാട ഇട്ട് വന്നു പറയാൻ പറ്റിയ പേരാ അത്. അങ്ങനെയല്ല, റിങ്ങ റോസസിൽ ഇങ്ങനെ തുടങ്ങി പിടിച്ച് വന്ന് പിരമിഡിലേക്ക് കണക്ട് ചെയ്യേണ്ട എന്റെ ഉദ്ദേശം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? താങ്ക് യു. പടം ഡയറക്ട് ചെയ്യാൻ പിള്ളായിരുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും പരിപാടി മതിയായിരിക്കും. ഞാൻ വരില്ല. പക്ഷേ ആ പിരമിഡ് കോമഡി നമുക്ക് തരുമോ? വീട്ടിൽ കൊണ്ട് തരുമോ?
എന്തിനാ മറക്കാനാണോ? അല്ലല്ല ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. റിംഗ പിരമിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഇവിടെ നമ്മളൊരു പിരമിഡ് ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഏത് ടീം ജയിക്കും ഇന്നത്തെ ക്ലൈമാക്സിൽ നമ്മുടെ സൂപ്പർ പവറിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറയാം കോച്ച് ആരാ, അതുപോലെ തന്നെ കറക്റ്റ് മെൻഡർ ആരാന്നൊക്കെ, ഏത് ടീം ജയിക്കുന്നു. അതായത് ഇത്രയേ ഉള്ളൂ, എല്ലാവരുടെ കയ്യിലും 7 സർക്കിൾസ് നമ്മൾ തന്നിട്ടുണ്ട്, റിംഗ് തന്നിട്ടുണ്ട്. അതായത് ഓരോരുത്തർ വരുന്നു, കറക്റ്റ് ആയിട്ട് ഇത് ഇടുന്നു. ഇൻ കേസ് അത് കറക്റ്റ് വേണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കയ്യിലെടുക്കുക, തിരിച്ചു പോവുക. നമ്മൾ അന്നൊരു കാർഡ്സിന്റെ ഗെയിം കളിച്ചില്ലേ, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഏത് ടീമാണ് കറക്റ്റ് ഈ 7 എണ്ണവും ഇട്ട് തീർക്കുന്നത് അവരായിരിക്കും ഫസ്റ്റ് ജയിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഗെയിം. സപ്പോസ് ഇട്ടിട്ട് അത് കറക്റ്റ് പ്ലേസ് ആയില്ലെങ്കിൽ അപ്പൊ തന്നെ കയ്യിലെടുക്കുക, തിരിച്ച് വീണ്ടും ലൈനിൽ പോയി നിൽക്കുക. ഓക്കെ, പിരിമിഡായി പോയി. താറാവാണെങ്കിലേ കറക്റ്റ് തലയിലേക്ക് ഇടും ഞാൻ. കോമഡിയാണോ ഉദ്ദേശിച്ചത്? താറാവ് ചെറുപ്പത്തിലെ താറാവിലെ ഓൾ കേരള ബിനീഷ് ബാസ്റ്റിൻ ഫാൻസിലെ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ മാട്ട കൗണ്ടേഴ്സ് ഒക്കെ പറക്കി കൊണ്ടുവന്നുള്ളത് കേട്ടോ. ശരി, ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആര് ജയിക്കും എന്നുള്ളത് എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ട്? ഇപ്പോഴെങ്കിലും കൂറുമാറാണ്ട് ഒരു ടീമിനെ ഫേവർ ചെയ്യണം സലീമേട്ടാ. ടീമിന്റെ ടീം ശരി. അപ്പോ സലീമേട്ടൻ ടീമിന്റെ ടീമും നവ്യ ചേച്ചി സുധുചേട്ടന്റെ ടീമും. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ഗെറ്റ് റെഡി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ കൗണ്ട് ഡൗൺ പ്ലീസ്. ഓരോരുത്തർ വരാം. ഇല്ലെങ്കിൽ പകരം മീശ എടുക്കും. ഫാസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് പോകും. എന്റെ പിള്ളേർ ഇന്നവരെ എന്നെ ചതിച്ചിട്ടില്ല എന്നല്ലേ പറയണേ. ഞാൻ പരാതി സമ്മതിക്കുന്നു. എന്റെ കുട്ടികൾ നന്നായിട്ട് കളിച്ചു. മേലെ കളിക്കാൻ നിൽക്കരുത്. അപ്പൊ ഏതായാലും സുധിച്ചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്ലേ കണ്ടപ്പോണ്ടല്ലോ, ശശിയൊക്കെ ഒരുപാട് സ്കോർ ചെയ്തതായിരുന്നു. ലാസ്റ്റ് മിനിറ്റില് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇവിടെ ഒരു ഡിഫറൻസ് വന്നത്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. നിങ്ങളും ഈക്വലി വിന്നേഴ്സ് തന്നെയാണ് കേട്ടോ. സൂപ്പർ പവർ ആയതുകൊണ്ട് തന്നെ ഫൈനലി നമ്മൾ ആ പണിഷ്മെന്റ് ടാസ്കിലേക്ക് പോയാലേ പറ്റുള്ളൂ. അത് കാണാനല്ലേ ഇരിക്കണം, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി പണിഷ്മെന്റ് ആവാം. പണിഷ്മെന്റ് പോരട്ടെ. പിന്നെ ഞങ്ങളെ വിശ്വാസം അറിയോ ചേട്ടാ? താങ്ക്സ് ചേട്ടാ. എന്താ ചേട്ടനാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്റെ പൊന്ന്, നീ ഇത് കൊടുക്കണ്ടത്. ഓക്കെ, സോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ടൈറ്റിൽ ഗോസ് ടു ഷിയാസ്.
അടിമാലി ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ പറഞ്ഞാണടാ ഞങ്ങൾ ജയിക്കൂന്ന്. ഇപ്പൊ കണ്ട അതായത് ഇപ്പൊ മാന്ത്രിക പണിയൊക്കെ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ഒരു മാന്ത്രിക പണി ഇന്നും എന്തിനാണ് ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോ നമ്മള് ജയിക്കുന്ന പറയണേ? അതെല്ലാവർക്കും അറിയാലോ. പിന്നെ അടിമാലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതെന്ന് പറഞ്ഞ എന്നെ ബിനിച്ചേട്ടൻ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഓളെ പോയി അടിച്ച് പൊട്ടിക്ക്. അല്ല, ഫസ്റ്റ് നമ്മുടെ ഷിയാസ് വരട്ടെ, ബെസ്റ്റ് പെർഫോമർ. ജിങ്ങനമണി അടിക്കാം. ഞാൻ തോക്കാൻ ഞങ്ങൾ എല്ലാവരും ജയിക്കാൻ നീ ഒന്നും കാണത്തില്ലായിരുന്നു. ചാട്ടെടുത്തോളൂ. ഈ മണിയടി ആർക്കാന്നറിയോ? സുചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സുചേട്ടാ ഓക്കേ, അടിപൊളി. നീ സുധിച്ചേട്ടൻ മണിയടിച്ച് അവിടെ നിൽക്കുന്നതൊരു അതെന്നറിയോ? സുചേട്ടൻ അടിച്ച് ചീറ്റി എല്ലാ കൗണ്ടറിനും ഈ മണി. ഓ, ചാട്ടെടുക്കുന്നുണ്ട്, ഞാൻ മറന്നുപോയി. ഞാൻ പതിവില്ല അടി കൊള്ളാണ് പതിവ്. പിന്നെ ഒരാളെ എടുത്തോ അതീന്ന് അടിച്ചിട്ടോ. സലീമേട്ട ആർക്കാ അടിക്കണ്ടേ? തകർന്നടിച്ചോ? ആർക്കാ കൊടുക്കാം? ടീമിനാ? എല്ലാവരും അടിച്ചോ. സ്വന്തമായിട്ട് ഇങ്ങനെ ടീം അടിക്കുന്ന അടിയതാ. അടാ സിയാസേ, എത്ര നാളായി ഇങ്ങനെ ഒരു അടി അടിച്ചിട്ടില്ലേ? ആഫ്റ്റർ ലോങ് ടൈം. പെരുമ്പാവൂര് തന്നെ കാരണം അടി കിട്ടിയിട്ട് കുറെ ആളായി. ടീം അടിച്ചു കൊന്നോ? കൊല്ലാൻ പറ്റുമോ? ടീം ചാടാൻ പാടില്ലട്ടാ. പയ്യ അടിക്കണോട്ടാ. ഉള്ള കാര്യം പറഞ്ഞോടാ. ആണല്ലേ ടീമേ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാതിരിക്കണേണ്. ഞങ്ങൾക്ക് ആർക്കും പിടിക്കണല്ലോ നിന്റെ ഞാൻ എന്നെ ചങ്ങലക്ക് ഇട്ടിട്ടേ നിന്നെ ചങ്ങലക്ക് ഇടണം. താക്കോലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്ങനെ നീ തന്നെ വെച്ചോ. ശരിയായി പോയാ? അടിക്ക്. അത് പോട്ടെ, ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നത് പറ. താക്കോലെന്ന് ഞാൻ പറഞ്ഞ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടാ. അതാ സേഫ്. താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ. ചേട്ടൻ ഫാൻസ് അസോസിയേഷന്റെ ആളല്ലേ? അടിച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇല്ലല്ലോ. അടി കൊണ്ട് തന്നെ അസോസിയേഷൻ വളരട്ടെ. 1 2 3 ഗോ. ചാടിയ വീണ്ടും അടിച്ചു. ചാടിയാ വീണ്ടും അടിക്കും കേട്ടോ. അവിടെ കൊച്ചിനെ പതുക്കെ തന്നെ. ഈ മുട്ടനാടിനാണടാ കൊച്ചെന്ന് പറയണത്. കൊച്ചു ഞാൻ ഒറ്റക്കാലം ഇങ്ങനെ കണ്ടിട്ടുണ്ടാ. ഞങ്ങളൊക്കെ ഒറ്റക്കാലി നിൽക്കണം. അങ്ങനെയാണടാ. ഒരു സെൽഫി എടുത്തോട്ട് അങ്ങനെ നിന്നിട്ട് അടിക്ക് സമയങ്ങളല്ല. ആ ഫ്ലോ അങ്ങോട്ട് പോയി അടികൊള്ളാം. പ്രശ്നമൊന്നുമില്ലോ. നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫ്ലോ കൂടെ ഒന്നും പഠിക്ക്. ഓക്കെ വരാം. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. മച്ചാൻ ഓക്കെയാണ്. സലീമേന്റെ പൊട്ടി എഡിറ്റർമാർക്ക് അല്ല, ഒരു മണം വരുന്നുണ്ട്. ഒരു മണം വരുന്നുണ്ട്. ചാള പൊരിച്ചതിന്റെ മണം നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നുണ്ട്? പാട്ട് പാടും. അല്ലാതെ കമ്മറ്റിക്കാർ പറഞ്ഞു 5 മിനിറ്റ് സമയമുള്ളൂ. അതെല്ലാം നിനക്കാണ് കമ്പനിക്കാർ തരേണ്ടത്. നീയാണ് തീഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ, റെഡി, കൊടുത്തോ. ചാടാൻ പാടില്ലെന്ന് ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് പോയിന്റ് തറവാടിത്തം. ചാടാൻ പാടില്ലെന്ന് പറഞ്ഞു, ഇരിക്കാൻ പാടില്ലെന്ന് നിയമമില്ല. അതെ, നിയമമില്ല. പിന്നെ എന്തിനാ ചെയ്തത്? അതുകൊണ്ട് ഇരുന്ന് കുറെ നാളുകൾക്ക് ശേഷം ഒരു റിലാക്സേഷൻ. ഭാര്യയുടെ നല്ല അടിയിടണം കേട്ടോ. വെരി വെൽ, നന്നായിട്ട് കളിച്ചു. ഭാര്യയുടെ മുമ്പിലിട്ട് ഒരു പെണ്ണ് തല്ലണത് അവർക്ക് കാണാതെ എന്നുള്ള ഭാഗ്യം കിട്ടി. 1 2 3 ഗോ. ബെസ്റ്റ് പെർഫോമർ അല്ലേ? നിനക്കും തലക്ക് പ്രശ്നം പറ്റിയ ബെസ്റ്റ് പെർഫോമർ അല്ല. നമ്മുടെ നിർമ്മൽ ചേട്ടന് ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യണേ. വെക്കടാ വേടി എന്റെ നെഞ്ചത്ത്. നിങ്ങൾ എന്തോന്ന് ബാബുവേട്ടാ അടിക്കും ബാബുവേട്ടാ. അത് വേറെ ആളിനെ ചേട്ടാ അത് വേറെ ഇല്ല ഇവിടെ നിന്ന് അടിമാലി വെച്ചടി കയറ്റായിരിക്കും. അടിമാലി സോഫ്റ്റ് അടി കൊള്ളാൻ വേണ്ടിയാണ്. പറയാൻ പറ്റില്ല, ഇത് എവിടെ അടിക്കണേന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല. നിന്റെ പ്രോപ്പർട്ടി തിരിക്കാൻ പോവാ. ഇത് ഒഴിച്ചിട്ട് വേറെ ഇല്ല, ഒഴിക്കാൻ ഞാൻ റമ്മാണോ നീ അവിടെ പോയിരുന്നേ? നീ നിന്റെ പ്രോപ്പർട്ടി വിൽക്കാൻ പോവാണടാ. അടിപൊളി, സൂപ്പർ. രണ്ടടി അടിച്ചാ പിന്നെ തിരിച്ചടിക്കണം. രണ്ടടി അടിച്ചാൽ തിരിച്ചടിക്കും. വല്യപ്പച്ചായി വരണം. ഹരിപ്പാട്ട വല്യപ്പ പാട്ടുപാടി സോപ്പിടാൻ പാട്ടിന്റെ കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് കണ്ണു. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ എല്ലാരും ചൊല്ലണ്
ഞാൻ കരിങ്കല്ലാണോ നോക്കട്ടെ. നില്ല്. ഷാഫിയെ കയറി ഏറ്റെടുത്തിരിക്കുകയാണ്. ഷാഫി ഏൽപ്പിച്ചിട്ട് പോയാണെന്ന് റെഡി. ഇവൻ ഭയങ്കര അടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. പാട്ടിലൊന്നും വീണില്ല എന്ന് മനസ്സിലായി. ചെല്ല് ചെല്ല്. എനിക്ക് അനുനെ മതി. ചെല്ലേ അല്ല, അനു എന്നെ കൂട്ടിക്കൊണ്ടു പോണം. എന്നിട്ട് അടി മേടിച്ചിട്ട് വീണ്ടും കാലിന് വയ്യാത്ത കുട്ടി ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു കുട്ടിയെ അടിക്കുക. പിടിക്കോ എന്നിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവിടണം നീ. തിരിച്ചുണ്ടായിക്കോ. നീ അടിക്കണ്ടായിരുന്നു. അവിടെ നല്ല മെസ്സേജ് അല്ലേ? നല്ല മെസ്സേജ്. നമുക്ക് ആരെ വേണമെന്ന് വെച്ചാൽ ഐശ്വണ്ട് ചേട്ടനെ അടിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ. ആഹാ. ചിലപ്പോ അതിന്റെ തുമ്പുള്ളും അടിച്ചീറ്റി പോവുകയും ചെയ്യും. തമ്പുരു ശശാങ്കന്റെ ഫിഗർ ചെയ്തോണ്ട് വന്ന് അടിക്കണം കേട്ടോ. പക്കായിരിക്കും, അടിപൊളിയായിരിക്കും. കുറെ നേരം കൊണ്ട് തുടങ്ങിയല്ലേ ഈ ഫിഗർ പിടിത്തോ. ഇപ്പൊ ഞാൻ 2 ഫിഗർ പിടിച്ചു. കാവ്യമാധവനൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഓടി. അതും പൃഥ്വിരാജും പെർഫെക്റ്റ് ആയി. ആ ശശാങ്കന്റെ ഫിഗർ പക്ക അടിപൊളി. താങ്ക് യു മോളെ. ഫിഗർ ഓക്കെ. അടി ഐശ്വര്യമായിട്ട് ഒന്ന് മേടിച്ചോണ്ട് ഒരു ദിവസം ഞങ്ങളുടെ ബിനുചേട്ടനും പിള്ളേരും ജയിക്കും. അന്ന് ദിവസം. ആ അതേത് വർഷം? അത് ദൈവത്തിന് അതൊക്കെ പറയാൻ പറ്റില്ല. അന്ന് നിന്റെ കിഡ്നി ഞാൻ തല്ലി പൊട്ടി. നോക്കി കേട്ടാ. റെഡി. ഓക്കെ. അതിന് നിനക്ക് കിഡ്നി ഇല്ലോ അല്ലേ? അതൊക്കെ. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ സൂപ്പർ പവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സൂപ്പർ പവർ സലീമേട്ടാ? വളരെ നന്നായിരുന്നു. പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞ ആളിനെ വിളിച്ചത് പറിച്ചെടുത്ത് വളരെ നന്നായി. വളരെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സെഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏതാ? പാട്ടാണോ ഗെയിമാണോ? ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് എന്റെ സെഗ്മെന്റ് നവ്യയുടെ സെഗ്മെന്റ് തന്നെയായിരുന്നു. ചോദിച്ചു മേടിച്ച്. കാരണം നവ്യയുടെ ആ ഊർജ്ജസ്വലമായ ചുവടുവെപ്പുകൾ എന്നെ ആകർഷിച്ചു അല്ലേ? എനിക്ക് തോന്നി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അടിപൊളിയായിരുന്നു അല്ലേ? കുറെ വർഷങ്ങൾ പിന്നോട്ട് നമ്മൾ പോയി, മുന്നോട്ട് നമ്മൾ എന്നോട് ചോദിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് പെർഫോമൻസ് ആണ്? ഏത് പെർഫോമൻസ്? എന്റെ തന്നെ. അല്ല ഞാൻ എപ്പോഴും ഈ സൂപ്പർ പവറിന്റെ എപ്പിസോഡിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡാൻസ് ഉണ്ടാവും, ഡാൻസേഴ്സ് ഉണ്ടാവും, പിന്നെ സ്കിറ്റ് ഉണ്ടാവും, സെലിബ്രേഷൻ മൂഡ് അല്ലേ? സെലിബ്രേഷൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും അടുത്ത ആഴ്ച സൂപ്പർ പവറുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അപ്പൊ ഇതിലും നമുക്ക് എല്ലാവർക്കും പിന്നെ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇന്നത്തെ സൂപ്പർ പവറിൽ നിന്ന് ഞങ്ങൾ ബബായ് പറയാണ്. സോ നൗ വി ആർ സേയിങ് ബബായ് ഫ്രം ഇ മാസ്റ്റർ പ്രസൻസ് ലെറ്റ്സ് ഗോ കോച്ചിങ് ആപ്പ് സൂപ്പർ പവർ. ബൈ.